ഇന്ന് വൃശ്ചിക ഒന്നാണേ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് ഒരുങ്ങി കേട്ടോ. ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോഴേക്കും കണ്ണുചേട്ടൻ എനിക്ക് കൈനീട്ടം കൊണ്ടുവന്ന് തന്നേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈനീട്ടം എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിലല്ലല്ലോ കാര്യം. ആ ദിവസം ഓർത്ത് നമുക്ക് കൈനീട്ടം കൊണ്ടുവരാൻ ഒരാളുള്ളത് അതല്ലേ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വേണ്ടേ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണേ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാട്ടോ അമ്പലം. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാൾ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ടേ. സാധാരണ ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി നേരത്തെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ കണ്ണുകൾക്ക് ഏറ്റവും കുളിർമയേകുന്നൊരു കാഴ്ചയായിട്ടാണ് നമ്മുടെ ഈ ആൽമരം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ. ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ കഞ്ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാനും വരുന്നെന്ന്. അങ്ങനെ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയത്. ഈ മാസം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു മാസം തന്നെയല്ലേ. നമ്മുടെ അയ്യപ്പന്മാർ, അതായത് ശബരിമലയ്ക്ക് പോകുന്നവരെല്ലാം നന്നായിട്ട് വ്രതം നിന്ന് അമ്പലത്തിൽ പോകുന്നൊരു മാസമാണ് ഇത്, ഈ വൃശ്ചിക മാസം. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളിലെല്ലാം എല്ലാ ദിവസവും വായന, ചിറപ്പ്, മണ്ഡല ചിറപ്പ്, അങ്ങനെ എല്ലാം നമുക്ക് എന്താ പറയുക ഉണ്ടാകുന്നൊരു മാസമാണിത്. അപ്പം ഈ ഒരു മാസം നമ്മൾ മാക്സിമം എത്രത്തോളം അമ്പലത്തിൽ പോകാൻ പറ്റുന്നോ അത്രയും ദിവസം പോകുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് വല്ലപ്പോഴുമൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡെയിലി നമുക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പം ഈ മാക്സിമം ഞാൻ ഒന്നാം തീയതി ദിവസങ്ങളിൽ അമ്പലത്തിൽ വരാൻ നോക്കുകയും അങ്ങനെ ഞാൻ എൻ്റെ വലം വെക്കുവാണേ. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മഹാവിഷ്ണുവാണേ ദൈവം. ഈ ഇരിക്കുന്നത് നമ്മുടെ ശിവഭഗവാനാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടിടത്തും അപ്പുറവും ഇപ്പുറമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ രണ്ടിടത്തും നല്ല വൃത്തിയായിട്ട് തൊഴുത് ഇന്ന് ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഗണപതിയുടെ അടുത്ത് നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. നമ്മളങ്ങനെ തൊഴുതിറങ്ങിയിട്ട് എൻ്റെ സർപ്പക്കാവിൽ വന്നു. സർപ്പക്കാവൻ തൊഴുതതിന് ശേഷം നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രസാദമൊക്കെ തൊട്ട് അപ്പം എൻ്റെ കൂടെ കണ്ണഞ്ചേട്ടനും ഉണ്ടായിരുന്നേ. അപ്പം കഞ്ചേട്ടൻ പറയുമായിരുന്നു കഞ്ചേട്ടൻ അങ്ങനെ ഇവിടെ അധികം വരാറില്ല, വല്ലപ്പോഴൊക്കെ വരാറുള്ളെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ വരുന്നൊരു അമ്പലമാണിത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ എൻ്റെ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് അമ്പലക്കുളം. അപ്പോൾ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഈ കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളവും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഈ അമ്പലക്കുളത്തിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷേ എന്നാലും നമ്മൾ പണ്ട് തൊട്ടേ ജനിച്ച് വളർന്ന് കണ്ട ഒരു കുളവും അമ്പലമൊക്കെ അല്ലേ. അപ്പോൾ വരുന്ന സ്ഥിതിക്ക് എനിക്കൊന്ന് എന്താ പറയുക, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അമ്പലക്കുളത്തിൽ ഇറങ്ങി കൈയൊന്ന് നനച്ച് കുറച്ച് വെള്ളം തലയിൽ കുടഞ്ഞിട്ടേ പോകാറുള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ സ്വാഭാവികമാണല്ലോ. പിന്നെ കണ്ണൻചേട്ടനും ഇറങ്ങണമെന്ന് പറഞ്ഞ് കണ്ണൻചേട്ടൻ പണ്ട് കൊച്ചിലെ എപ്പോഴൊക്കെയോ ഇവിടെ വരുമ്പം കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല സത്യം എന്താണെന്ന്. അങ്ങനെ കണ്ണൻചേട്ടൻ നേരെ തലവഴി വെള്ളമൊക്കെ കുടഞ്ഞ് അങ്ങനെ ഞങ്ങൾ വേണ്ടേ പ്രാർത്ഥിച്ച് ഇറങ്ങി. ഇന്ന് അവധി ദിവസമല്ലാത്തതുകൊണ്ട് തന്നെ ആൾ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മുടെ ഇത് നമ്മുടെ പെരുമ്പുഴയിലെ ഒരാളിൻ്റെ കഥ ഞാൻ മുന്നേ